ധ്യാൻ കുറച്ചു കാലങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ബോംബ് പൊട്ടിച്ചില്ല, ഇത് കുഴപ്പമില്ല, കുറെ കാലമായി ഇറങ്ങുന്ന ധ്യാൻ സിനിമകളെക്കാളും ഭേദമാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ കണ്ടതുകൊണ്ട് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ഏറ്റവും പുതിയ ധ്യാൻ സിനിമ കണ്ടു. സംഭവം ത്രില്ലറാണ്. കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം, ജനിച്ചിട്ട് ഇതുവരെ ഒരു ത്രില്ലർ സിനിമ പോലും കണ്ടിട്ടില്ലാത്ത ഒരാൾ ആദ്യമായി ഈ ഒരു സിനിമയാണ് കാണുന്നതെന്ന് വെക്കുക. അയാൾക്ക് ഈ സിനിമ തീർച്ചയായും ഒരു ഗംഭീര അനുഭവമായിരിക്കും. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. സംഭവം ഈ സിനിമ ഒരു പക്ഷേ ഈ അടുത്തിറങ്ങിയ ധ്യാൻ സിനിമകൾ വെച്ച് നോക്കിയാൽ ബെറ്റർ തന്നെയായിരിക്കും. കാരണം ഈ സിനിമയുടെ കഥ നടക്കുന്ന ആ ഒരു സെറ്റപ്പ് ഒക്കെ നല്ല രസമാണ്. ഒരു ഗ്രാമം, അതിലെ സാധാരണക്കാരായ നാട്ടുംപുറത്തുകാരായ നാട്ടുകാർ, അവിടെ ഒരു ലൈബ്രറി നടത്തുന്ന ഫുൾ ടൈം ഡിറ്റക്റ്റീവ് നോവൽസ് വായിച്ച് നടക്കുന്ന നായകൻ, നാട്ടിലെ അല്ലറ ചില്ലറ മോഷണങ്ങൾ, ആടിനെ കാണാതാകൽ, മൊന്ത കട്ടതൊക്കെ കണ്ടുപിടിക്കുന്നത് ഈ നായകനാണ്. സംഭവം ആ ഭാഗത്തൊക്കെ ഒരു കുഞ്ഞിരാമായണം വൈബൊക്കെ ചെറുതായി കിട്ടും. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന പേരും ആ നാട്ടിൻപുറം സെറ്റപ്പും ഒക്കെ നമുക്ക് ചില പ്രതീക്ഷകളൊക്കെ തരും. ആ പ്രതീക്ഷയിൽ പിടിച്ചങ്ങനെ മുന്നേറുമ്പോഴാണ് നാട്ടിലൊരു കൊലപാതകം നടക്കുന്നത്. ഒരു കാര്യം വിട്ടുപോയി, ആ ഗ്രാമത്തിലെ ഒന്നിനും കൊള്ളാത്ത പോലീസും പോലീസ് സ്റ്റേഷനും ആ ഒരു സെറ്റപ്പും ഒക്കെ കൊള്ളാമായിരുന്നു. ചെറിയ ചെറിയ കോമഡി സിറ്റുവേഷൻസ് ഒക്കെ ആ ഭാഗത്ത് നന്നായി വന്നിട്ടുണ്ട്. സിനിമയിൽ സിജു വിൽസൺ പോലീസ് ശംഭുവായി വന്നിറങ്ങുന്നതും ശംഭുവും ഉജ്ജ്വലനും തമ്മിലുണ്ടാകുന്ന ചെറിയ ഉരസലും വരെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. എന്നാൽ പിന്നീട് അങ്ങോട്ട് നമ്മളൊരു ത്രില്ലർ സിനിമയിൽ എന്താണോ ഏറ്റവും ക്ലിഷേ എന്ന് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്, ആ ട്രോപ്സ് എല്ലാം കൂടെ ട്വിസ്റ്റ് എന്നും പറഞ്ഞ് ഓരോന്നായി അങ്ങ് ഇട്ടുതരികയാണ്. വില്ലൻ ഒരു സീരിയൽ കില്ലറാണ്. ഒരേ സമയം വില്ലനെ തപ്പി ഉജ്ജ്വലനും ശംഭുവും രണ്ട് രീതിക്ക് അന്വേഷണം തുടരുന്നു. അതിനിടയ്ക്ക് ചുമ്മാ ഒരു കാര്യവുമില്ലാതെ ഇവർ ഓരോരുത്തരെ സംശയിക്കുന്നു. ഉജ്ജ്വലൻ ശംഭുവിനെ സംശയിക്കും, ശംഭു ഉജ്ജ്വലനെയും ഉജ്ജ്വലന്റെ അച്ഛനെയും സംശയിക്കും, നാട്ടുകാർ ഉജ്ജ്വലന്റെ അച്ഛനെ സംശയിക്കും. ഇതൊക്കെ പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാനാണ് സംഭവം ചീറ്റിപ്പോയിട്ടുണ്ട്. ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഇവരൊന്നുമല്ല വില്ലൻ എന്ന് കാണുന്ന പ്രേക്ഷകർക്ക് ആദ്യമേ മനസ്സിലായി കാണും. ഇനി വില്ലനെ ഉണ്ടാക്കണം, വില്ലൻ ഒരു ബാക്ക് സ്റ്റോറി വേണം, അത് വലിയ സംഭവമായിരിക്കണം. ഒരു സീരിയൽ കില്ലർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആദ്യമായി ഒരു ത്രില്ലർ കഥ എഴുതാനിരിക്കുന്ന ആർക്കും തോന്നാറുള്ള ഒരു സ്ഥിരം സംഭവമുണ്ട്. അവഗണിക്കപ്പെട്ട ബാല്യകാലം, അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ ഏറ്റ പീഡനങ്ങൾ, ഇതാണ് ഒരു ട്വിസ്റ്റ്. പക്ഷേ ഈ ട്വിസ്റ്റ് മാത്രം പോരല്ലോ, ഉടനെ വരുന്നു അടുത്ത ട്വിസ്റ്റ്. വില്ലൻ ഒരാളല്ല രണ്ടുപേരാണ്, എന്ന് വെച്ചാൽ ട്വിൻസ്. ഇതാണ് രണ്ടാമത്തെ ട്വിസ്റ്റ്. രണ്ടും പ്രേക്ഷകരിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നതല്ല. മുമ്പ് പറഞ്ഞതുപോലെ ആദ്യമായി ഒരു ത്രില്ലർ സിനിമ കാണുന്ന ആൾക്ക് ഇത് രണ്ടും നല്ല ഇമ്പാക്ട് തരുന്ന ട്വിസ്റ്റുകൾ തന്നെയായിരിക്കും. അടുത്തത് സീരിയൽ കില്ലറിന് കൊടുത്ത മാനറിസം ആണ്. വളരെ കാർട്ടൂണിഷ് എന്ന് തോന്നിക്കുന്ന ചില ക്ലീഷേ ഭാവങ്ങളൊക്കെ സീരിയൽ കില്ലറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് സിനിമയിൽ. ഞാനൊരു സൈക്കോ ആണ്, സൈക്കോകൾ ഇങ്ങനെയാണ് നോക്കുക, ഇങ്ങനെയാണ് ചിരിക്കുക, ഇങ്ങനെയാണ് ശ്വാസം വിടുക എന്നൊക്കെയുള്ള തരത്തിൽ കണ്ടാൽ ചിരി വരും. സൈക്കോയെ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഭാവങ്ങൾ അധികവും. ജെഫ്രി ദാമറിന്റെയും അതേപോലെ മറ്റു പല സീരിയൽ കില്ലേഴ്സിന്റെയും ഇന്റർവ്യൂസ് ഒക്കെ ഡോക്യുമെന്ററിയായി പലയിടത്തും കിടപ്പുണ്ട്. ഇവരിലൊന്നും ഞാൻ ഇത്തരം കാർട്ടൂണിഷ് ഭാവങ്ങൾ കണ്ടിട്ടില്ല. കില്ലറിന്റെ മുഖം മൂടി, മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി ഇതൊക്കെ സിനിമയിൽ കൊള്ളാവുന്ന സംഭവങ്ങളായിരുന്നു. അതേപോലെ ആ ഗ്രാമീണ സെറ്റപ്പും. ഫസ്റ്റ് ഹാഫ് അതൊക്കെ കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴാണ്, അതായത് ത്രില്ലർ പാർട്ട് എത്തുമ്പോഴാണ് കയ്യിൽ നിന്ന് പോകുന്നത്. സിനിമയിൽ ധ്യാനിന്റെ കഥാപാത്രത്തിനുള്ള രാത്രി പേടിക്ക് ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഇമോഷണൽ സംഭവമാണ്. അതുപോലെ ഒരിടത്ത് ഉജ്ജ്വലന്റെ അമ്മ ഇമോഷണൽ ആകുന്ന ഒരു സീനുമുണ്ട്. പിന്നെ ഒരു പോലീസുകാരൻ ധ്യാനിനോട് വളരെ ഇമോഷണൽ ആയി സംസാരിക്കുന്ന രംഗവും. എന്നാൽ ഇതൊക്കെ ഒട്ടും ഇമ്പാക്ട് ഉണ്ടാക്കാതെയാണ് പോകുന്നത്. ധ്യാനിന്റെ അഭിനയം കുഴപ്പമില്ല എന്നേ പറയാനാവൂ. സിജു വിൽസൺ, കോട്ടയം നസീർ ഇവർ രണ്ടുപേരും കൊള്ളാമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വലിയ കോമഡി ഫീൽ ചെയ്തില്ല. ഇമോഷണൽ ട്രാക്കും അത്ര ഗംഭീരമായില്ല. ത്രില്ലർ പാട്ടുകൾ ആകെ ക്ലീഷയായി. ആകെ കൊള്ളാവുന്നത് ആ കഥ പറയുന്ന സെറ്റപ്പ് മാത്രം. ധ്യാനിന്റെ ബെറ്റർ ആണിത് എന്ന് പറയുമ്പോൾ ധ്യാനിന്റെ വേഴ്സ്റ്റ് ഒക്കെ അപ്പൊ എന്തായിരുന്നിരിക്കും അവസ്ഥ എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പൊ എന്താണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.